ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 27-ാം തീയതി 400ഓളം സ്ക്രീനുകളിൽ കേരളത്തിൽ റിലീസ് ചെയ്ത വമ്പൻ ഇന്ത്യൻ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ കൽക്കി. പ്രഭാസ് നായകനെത്തിയ കൽക്കി കേരളത്തിൽ ആദ്യ ദിവസം 3 കോടി കേരള ഗ്രോസ് കളക്ഷൻ ടച്ച് ചെയ്യുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. നാളെ മാത്രമേ സിനിമയുടെ കൃത്യമായി കേരള ഗ്രോസ് കളക്ഷൻ പുറത്തുവരികയുള്ളൂ. സിനിമയുടെ കേരള റിലീസ് വഴി മറ്റെല്ലാ സിനിമകൾക്കും നിലവിൽ ഓടുന്ന കേരള ബോക്സ് ഓഫീസിലെ സിനിമകൾക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്നാണ് നിലവിൽ ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൽക്കിയുടെ റിലീസ് വഴി വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കാത്തൊരു സിനിമ അത് ഉള്ളൊഴുക്ക് എന്ന സിനിമ മാത്രമാണ്. ഉർവശി, പാർവതി എന്നീ കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 10 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടാനായിട്ട് ഒരുങ്ങുമ്പോഴും സിനിമയ്ക്ക് ഇന്നും 10 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. ഇന്നലെ ഇതേ സമയം അത് 12 ലക്ഷത്തിന് മുകളിലായിരുന്നു. സിനിമയുടെ കേരള ഗ്രോസ് 2,50,00,000 ഈ വീക്കെൻഡോടെ എത്തപ്പെടുന്നതാണ്. ഉള്ളൊഴുക്കിനോടൊപ്പം തിയേറ്ററുകളിലേക്ക് എത്തിയ ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് കോമ്പോയിൽ എത്തിയ നടന്ന സംഭവം എന്ന സിനിമയ്ക്ക് ഇന്ന് കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 7 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 4 ലക്ഷത്തിൽ പരമാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നത്തോടെ 2 കോടി സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ ടച്ച് ചെയ്യുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. തിയേറ്ററുകളിൽ 1 മാസത്തിലധികം റൺ കിട്ടിയിട്ടും പ്രതീക്ഷ ലെവൽ കളക്ഷന്റെ അടുത്തേക്ക് പോലും എത്തപ്പെടാനാവാതെ പോയ സിനിമയാണല്ലോ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബിഗ് ബഡ്ജറ്റ് മെഗാ മാസ് ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമ ടർബോ. ചിത്രത്തിന് ഇന്ന് പ്രതീക്ഷിച്ചതുപോലെ 1 ലക്ഷത്തിൽ താഴെയാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 1 ലക്ഷം 2 ലക്ഷം റേഞ്ചിലായിരിക്കും ടർബോയുടെ കേരള ഗ്രോസ് കളക്ഷൻ എന്ന് അതോടെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വീഡിയോയിലെ അവസാനത്തെ റിപ്പോർട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കേരളത്തിൽ മികച്ച ഹോൾഡോടെ മുന്നേറിക്കൊണ്ടിരുന്ന മഹാരാജയുടെ റിപ്പോർട്ടാണ്. ചിത്രത്തിന് ഇന്ന് കളക്ഷൻ നല്ല തോതിൽ തന്നെ ഇടിവ് സംഭവിച്ചിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. ഇന്നലെ ഇതേ സമയം 13 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 5 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. കൽക്കി എന്ന സിനിമയ്ക്ക് മഹാരാജ എന്ന സിനിമയുടെ ഭൂരിഭാഗം സ്ക്രീനുകളും പോയി കഴിഞ്ഞു എന്നാണ് ഈ ട്രാക്കിംഗ് കളക്ഷൻ വൻ ഇടിവിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. കേരളത്തിലെ തിയേറ്ററുകളിൽ നേരത്തെ തന്നെ വിജയം നേടിയെടുത്തെങ്കിലും 10 കോടിയിലധികം എല്ലാം തന്നെ മഹാരാജ കേരളത്തിൽ കളക്ഷൻ കടക്കുമെന്ന് ഒരു ഘട്ടത്തിൽ നാം പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഇനി അതിനുള്ള സാധ്യതയില്ല. അതേസമയം ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 100 കോടി കടക്കുന്നതാണ്. കാത്തിരിക്കൂ അപ്ഡേറ്റുകൾ കേട്ട്.